ഹായ്. എനിക്ക് കുറേ പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇടാത്തത്. അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസ് കുറേ പേരൊക്കെ കാണുന്നുണ്ടായിരുന്നെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ചെയ്യാത്തത്, വെയിറ്റിംഗ് ആണെന്നൊക്കെ പറയുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു 100 ഡേയ്സ് ചലഞ്ച് വീഡിയോ ചെയ്തിരുന്നു. അതായത് 100 ഡേയ്സ് കണ്ടിന്യൂസ്ലി വീഡിയോ പോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരുന്നു. നമ്മൾ 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അവസാന സമയത്ത് ഞാൻ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് ഞാൻ പിടിക്കുമെന്ന് ഞാൻ ഇങ്ങനത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു തുമ്പത്ത് ഞാൻ പിടിച്ചിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമില്ല. എന്തായാലും ഞാനൊരു ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോയി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് പറയുമ്പോൾ. കാരണം ഇത് എങ്ങനെ ഇതിൻ്റെ തൊട്ട് ചെല്ലാം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതിൽ വന്ന കൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഓരോ കണക്ഷൻസ് കിട്ടി. അങ്ങനെയാണ് അത് ആ ഒരു ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റിയതിൻ്റെ ഒരു റീസൺ അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പോയി, ഞാൻ ഏത് പടാമെന്നൊന്നും പറയുന്നില്ല, എൻ്റെ കാണാനൊന്നും പറ്റുന്നില്ല. എന്തുകൊണ്ടും ഞാൻ അവിടെ ചെന്നാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിലേക്ക് ആരവാൻ കിടക്കുന്നു, ഷൂട്ടിങ്ങിൻ്റെ മറ്റേ ലൈറ്റ് സംഭവങ്ങളൊക്കെ അതൊക്കെ കാണാൻ പറ്റിയതിൽ എനിക്കൊരു ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇനി നിങ്ങളുടെ അടുത്ത് വരുന്നതിൽ പറയണം, ഞാൻ അഭിനയിച്ച ഒരു പടം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറയാം. ഒരു ഡയലോഗൊക്കെ ഉള്ള സമയത്ത് ഞാൻ വന്ന് ഇതിൻ്റെ അപ്പുറത്തിരുന്ന് ഞാൻ പൊട്ടിക്കും. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനങ്ങനെ പോയി ഒരു സിനിമയുടെ ഒരു ഭാഗമായി എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഏത് പടമാണെന്ന് ഞാൻ പിന്നെ പറയാം. പക്ഷേ സിനിമ എന്ന് പറയുന്ന സാധനത്തിൽ എന്താണ്, അതെങ്ങനെയാണ്, സ്റ്റാർട്ട്, ആക്ഷൻ, ക്യാമറ എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പൊക്കെ ഞാൻ കണ്ടു, കട്ട് കേട്ടു. അങ്ങനെ ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇനി നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞാൻ എന്തോ ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ഒരു വെള്ളിയാഴ്ച ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ ഞാനൊരു ഭാഗമായിട്ടുള്ളൊരു പടം റിലീസാവുന്നുണ്ടെന്ന് പറയുന്നതാണ് അടുത്ത എൻ്റെ സ്വപ്നം. ഞാൻ പിടിക്കും, ഞാൻ വിടത്തില്ല. ഞാൻ ഇനി ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ട് എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിച്ചാലും ഞാൻ പോകും. എന്നെ വിളിക്കുക ആരെങ്കിലുമൊക്കെ, ഞാൻ നിർത്തൂല. ഞാൻ ഇതിൻ്റെ പുറകെ ഓടും. ഞാൻ അത്രേ ഉള്ളൂ. എനിക്കറിയത്തില്ല എന്ത് പറയുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഞാൻ ഈ സംഭവത്തിലൊക്കെ പോയി. ഇനി പോവും. ഇനി ഞാനിങ്ങനെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ടും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാനിതിൻ്റെ മുന്നിൽ വരും. എന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇപ്പോഴും കൂടുതലുള്ളവർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. നമ്മൾ കാണും. ഓക്കെ.